17th question ആണ്. The energy E and momentum P of a moving body of mass m are related by some equation. Given that c represents speed of light, identify the correct equation. Okay, അതിൽ കറക്റ്റ് ഇക്വേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം നമുക്കറിയാം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിറ്റിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ അല്ലേ ആ ഇക്വേഷൻ്റെ LHSൻ്റെ ഡയമെൻഷനും RHSൻ്റെ ഡയമെൻഷനും രണ്ടും എന്താവണം, സെയിം ആവണം. നിങ്ങൾക്കറിയാം എനർജീൻ്റെ ഡയമെൻഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് mL²T⁻² ആണ്. അപ്പോൾ E² ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ m²L⁴T⁻⁴ ഇതാണ് E² ഡയമെൻഷൻ വരിക അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് നോക്കാം P × C². P എന്ന് പറയുന്ന മൊമെൻ്റ് അല്ലേ. അപ്പം മൊമെൻ്റത്തിൻ്റെ ഡയമെൻഷൻ നിങ്ങൾക്കറിയാം mL⁴T⁻⁻1 ആണ്. സി എന്ന് പറയുന്ന വെലോസിറ്റി അതിൻ്റെ സ്ക്വയർ L²T⁻². അല്ലേ, ഇവിടെ നിന്ന് തന്നെ നോക്കി എമ്മിൻ്റെ പവർ ഇവിടെ m1 വരുന്നുള്ളൂ, പക്ഷേ m² വരണം. അപ്പോൾ PC² എന്ന് പറയുന്ന ഓപ്ഷൻ വരൂല, ഇത് രണ്ടും വരൂല അല്ലേ. അപ്പോൾ P² C² ആണ് വരാന്ന് ഉറപ്പായി അല്ലേ. ഇനി m² C² ആണോ m²C⁴ ആണോ നോക്കിയാൽ മതി അല്ലേ. അതായത് നോക്കുന്ന m² അല്ലേ, C² ഡയമെൻഷൻ L²T⁻² എന്നല്ലേ വരുള്ളൂ അല്ലേ. m² കറക്റ്റ് അല്ലേ, L²T⁻² ആണ് വരേണ്ടത് അല്ല, L⁴T⁻⁴ എന്നല്ലേ വരേണ്ടത്. അപ്പം ഇതും വരൂല എന്ന് ഉറപ്പായില്ലേ അല്ലേ. പിന്നെ നമുക്ക് ആൻസർ ഏതാ വരിക, ഓപ്ഷൻ 4 ആണ് നമ്മുടെ ആൻസർ വരിക അല്ലേ. നമ്മൾ മെത്തേഡ് ഓഫ് എലിമിനേഷൻ യൂസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.